പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന 103 കുടുംബങ്ങൾക്കും അച്ചൻകോവിൽ ദേവസ്വം ബോർഡ് ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന 9 കുടുംബങ്ങൾക്കും കേളങ്കാവിലെ സർക്കാർ ഭൂമി വിതരണം ചെയ്യുന്നതിനായുള്ള നറുക്കെടുപ്പ് നടന്നു. ഗവൺമെന്റ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ എതിർപ്പിനെ തുടർന്ന് സ്തംഭനാവസ്ഥയിലായി കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന പുറമ്പോക്ക് നിവാസികളുടെ കാത്തിരിപ്പിനാണ് വിരാമമിട്ടിരിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 4 മാസം മുമ്പ് റെയിൽവേ മന്ത്രി, റെയിൽവേ സഹമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ ഇവർ പോയി കണ്ടിരുന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ പി.ജി. തോമസ് ഔപചാരികമായി പ്ലോട്ടുകളുടെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്ലോട്ടിനും അവകാശികളെ കണ്ടെത്തുന്നതിനായിരുന്നു നറുക്കെടുപ്പ്. 3 സെന്റ് ഭൂമി വീതമാണ് ഇവർക്ക് ലഭിക്കുന്നത്. കേളങ്കാവിൽ 6 ഏക്കർ ഭൂമിയാണ് സർക്കാർ ലാൻഡ് ബാങ്കിൽ ചേർത്തിട്ടുള്ളത്. ഏറെ നാളുകളായി നഗരസഭ നേരിടുന്ന വലിയ പ്രതിസന്ധിയായിരുന്നു റെയിൽവേ പുറമ്പോക്കുവാസികളുടെ കുടിയൊഴിക്കൽ. ഇവരുടെ പുനരധിവാസം നടപ്പാക്കാത്തത് ഗേജുമാറ്റ ജോലികളെയും ബാധിച്ചിരുന്നു. പുറമ്പോക്ക് നിവാസികൾക്ക് കുറെ പേർക്ക് EMS ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് പട്ടയം നൽകിയിട്ടില്ല. ഇപ്പോൾ ഭൂമി ലഭിച്ചവർക്കെല്ലാം ഉടൻ പട്ടയം നൽകണമെന്നും തുടർ നടപടികൾ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും കോൺഗ്രസ് നേതാവ് കരിക്കതിൽ പ്രസേനൻ പറഞ്ഞു. പുനലൂരിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ കാമ്പൗണ്ടുകളിൽ താമസിച്ചിരുന്ന 112ഓളം വരുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള അവസരത്തിൽ അവർക്ക് ഭൂമി നൽകിയെങ്കിൽ മാത്രമേ അവരെ ഒഴിപ്പിക്കാവൂ എന്ന ആവശ്യവുമായി നടത്തിയ സമരങ്ങളും അതോടൊപ്പം ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഗവൺമെൻറ് അന്ന് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 112 പേർക്കും അതുപോലെ അച്ചൻകോവിൽ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തു നിന്ന് പുറമ്പോക്കിൽ നിന്ന് ഒഴിപ്പിക്കപ്പെടുന്ന 9 പേരും ചേർന്ന് 113 പേർക്ക് സർക്കാർ കേളങ്കാവിലെ ലാൻഡ് ബാങ്കിൽ നിന്ന് ഭൂമി കൊടുക്കുന്നതിന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് ആ പ്ലോട്ടുകൾ നറുക്കിട്ട് ബഹുമാനപ്പെട്ട കളക്ടറും ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് നറുക്കിട്ട് ആളുകൾക്ക് ഇന്ന് ആ പ്ലോട്ട് നൽകുന്നതിന് തീരുമാനമുണ്ട്. ഏതൊക്കെയാണ് പ്ലോട്ടും തീരുമാനിച്ചു. ഇനി ഈ ആളുകളെ ആ സ്ഥലത്ത് 3 സെന്റ് വീതം സർക്കാർ കൊടുക്കുന്ന സ്ഥലത്ത് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തവരെ പുനരധിവസിപ്പിക്കാനുള്ള ബാധ്യത നഗരസഭ നേരത്തെ ഏറ്റിരുന്നതുപോലെ അത് പ്രാവർത്തികമാക്കണം എന്നാണ് UDFന്റെ പേരിൽ എനിക്ക് നഗരസഭയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. സർക്കാർ പറഞ്ഞനുസരിച്ച് സർക്കാർ ഈ 112 പേർക്കും 3 സെന്റ് വീതം ഭൂമി നൽകുന്നതിന് തീരുമാനിച്ചു. അത് ഇന്ന് നറുക്കിട്ട് ഏതൊക്കെയാണ് പ്ലോട്ടുകൾ എന്ന് തീരുമാനിച്ച് നൽകി. വളരെ താമസിയാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഭൂമികൾക്ക് അതാത് ഉടമസ്ഥർക്ക് പട്ടയം നൽകുന്ന പട്ടയമേളയും പുനലൂരിൽ വെച്ച് സംഘടിപ്പിച്ച് അന്ന് ആ പട്ടയമേളയിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് MLA MP ഉൾപ്പെടെ പങ്കെടുത്ത് അവർക്ക് പട്ടയം നൽകുന്നതാണ്. കേളങ്കാവിൽ ഇപ്പോൾ ഭൂമി ലഭിച്ചവർക്കും നേരത്തെ ഭൂമി ലഭിച്ചവർക്കും ഉടൻ പട്ടയങ്ങൾ നൽകുമെന്ന് ജില്ലാ കളക്ടർ പി.ജി. തോമസ് ലൈവ് വാർത്തയോട് പറഞ്ഞു. അവിടെ മുനിസിപ്പൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ട് ഇത് തീരുമാനമെടുക്കും. കേളങ്കാവിൽ 20 വീട്ടുകാർ 60 വർഷത്തോളം അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. അവർ താമസിക്കുന്ന ഭൂമി ഉൾപ്പെടെയാണ് എടുത്ത് അവരുടെ ഭൂമി അവർ വീട്ടിലിരിക്കുന്ന സ്ഥലം അവിടെ കിടക്കും. അത് ഒഴിപ്പിക്കുകയല്ല. അപ്പൊ ഇപ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ ആ നടപടി അതോടെ സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ രാവിലെ 11 മണിക്കായിരുന്നു പ്ലോട്ടുകളുടെ നറുക്കെടുപ്പ് നടന്നത്. തഹസിൽദാർ D. രാജൻപിള്ള, പീതാംബരക്കുറുപ്പ് MP, മുനിസിപ്പൽ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് P. അനസ്, വത്സ JP ജോൺ, വില്ലേജ് ഓഫീസർ മോഹൻകുമാർ, അഡീഷണൽ തഹസിൽദാർ, വിവിധ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.